എല്ലാവരും പറയും ടെറസിൽ കൃഷി ചെയ്താൽ എന്ത് കിട്ടാനാന്ന്. പക്ഷേ ഇത് ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. 5 കൊല്ലമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നു. പിന്നെ ഒരു നല്ല സ്വഭാവം പറയാം, ഞാൻ ഒരു സീരിയലും കാണാറില്ല. ഞാൻ ചിലപ്പോൾ രാത്രി 7 മണിക്ക് ടെറസിലായിരിക്കും. എൻ്റെ കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് പൂജ ചെയ്യാനുള്ള പൂക്കൾ എൻ്റെ പറമ്പിൽ നിന്ന് കിട്ടണം. ഷുഗർ പേഷ്യൻസ് ആഴ്ചയ്ക്ക് 2 ദിവസം കഴിച്ചാൽ നല്ലപോലെ ഷുഗർ കൺട്രോൾ ആവും. കീടനാശിനിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും. എന്നും ഒരേ പച്ചക്കറി കഴിക്കുമ്പോൾ മടുക്കുന്നതുകൊണ്ട് ഞാനൊരു 10-15 ഐറ്റം എപ്പോഴും കൃഷി ചെയ്യാറുണ്ട്. ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് പ്യുവർ വെജിറ്റേറിയനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ മട്ടുപ്പാവിൽ നിന്ന് 5 കൊല്ലമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലപോലെ വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. നെയ്ബേഴ്സിനൊക്കെ കൊടുക്കും, അവരെൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. 2 മാസം ആയി വന്നിട്ട് 4-5 പറിച്ചു കഴിഞ്ഞു. എൻ്റെ പേര് കലാനന്ദ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ ജംഗ്ഷനിലാണ് താമസിക്കുന്നത്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് മട്ടുപ്പാവുണ്ട്. അതിലാണ് ഈ കൃഷി 5 കൊല്ലമായി ആരംഭിച്ച് നല്ലപോലെ വിളവെടുപ്പ് എടുക്കുന്നുണ്ട്. ഇത് നിത്യവൈദനയാണ്. ഇംഗ്ലീഷിൽ ക്ലൗ ബീൻസ് എന്ന് പറയും, തമിഴിലാണെങ്കിൽ മൂക്കുത്തി ബീൻസ് എന്ന് പറയും. ഇത് നാട്ടുമ്പുറങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു വിളയാണ്. ഷുഗർ പേഷ്യൻസ് ആഴ്ചയ്ക്ക് 2 ദിവസം കഴിച്ചാൽ നല്ലപോലെ ഷുഗർ കൺട്രോൾ ആവും. ഇത് മത്തൻ, മലയാളത്തിൽ മത്തൻ നമ്മൾ പറയുമല്ലോ, പക്ഷേ തമിഴിൽ അവർ പറയുന്നത് പൂഷണിക്ക എന്നാണ്. ഇത് മധുര പൂഷണിക്കയാണ്. അകത്ത് നല്ല മഞ്ഞ കളറും നല്ല ഓറഞ്ച് കളറും നല്ല മധുരമുള്ള മത്തനാണ്. ഇതിപ്പോൾ കാച്ചിട്ട് 1 വീക്കായി. ഇനിയും പൂക്കളും കായകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒരു ദിവസം വിട്ട് ഒരു ദിവസം എല്ലാം പറിക്കുന്നതാണ്. ഇത് നമ്മൾ വീട് വെക്കുമ്പോൾ തന്നെ ഈ ഫ്ലവർ ടഫ് ഫ്ലവേഴ്സൊക്കെ വെക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. അതിൽ ഞാൻ ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട്, പച്ചക്കറിയും വെക്കുന്നുണ്ട്. ആദ്യം ഇതിൽ മൊത്തം തുളസിയായിരുന്നു. ഇത് കരിമഞ്ഞളാണ്. ഇത് ഔഷധ ഗുണമുള്ള മഞ്ഞളാണ്. മുളക് ഇത് കാന്താരിയാണ്, കണ്ടോ, നല്ല നാടൻ കാന്താരിയാണ്. ഇതാ കാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞായിട്ട് വരുമ്പോൾ തന്നെ കായ പിടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതുപോലത്തെ സിബിലോക്ക് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കും. എന്തുകൊണ്ടെന്നാൽ മറ്റ് കൃമികളുടെ ശല്യം. തറയിൽ ആദ്യം ചെങ്കലിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ തറയിൽ ഒരുപാട് അഴുക്കൊക്കെ പിടിക്കുന്നതുകൊണ്ടാണ് ഈ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെണ്ടയ്ക്ക പറിക്കുന്നത്. അതിനെ ഇങ്ങനെ എടുത്തിട്ട് വളയ്ക്കും. ചെടിയങ്ങ് കേടുകൂടാതെ വളയ്ക്കും. ഇങ്ങനെ വളച്ചെടുത്ത് പതുക്കെ ചെടിക്ക് നോവാതെ പതുക്കെ ഇങ്ങനെയാണ് എടുത്തു കഴിഞ്ഞു. ഇങ്ങനെ ദിവസം ഒരു 15-20 വെണ്ടയ്ക്കോളം കിട്ടുന്നുണ്ട്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ എവിടെയും വിളവെടുക്കാൻ പറ്റും. നമുക്ക് അതിലോട്ട് ഒരു താല്പര്യവും ഇഷ്ടവും വേണം, എന്നാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും.